ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിർത്തി ചിന്തിക്കും. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും പണത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, വെറുതെ ഒരു വിൻഡോ ഷോപ്പിങ്ങിന് പോയിട്ട് കയ്യിലൊതുങ്ങാത്ത അത്രയും സാധനങ്ങളുമായി തിരികെ വരുന്നത് എന്തുകൊണ്ടാണ്? ഓൺലൈൻ സൈറ്റുകളിൽ 5 മിനിറ്റ് ചെലവഴിക്കാൻ കയറിയിട്ട് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സാധനം ഓർഡർ ചെയ്ത ശേഷം അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്നും നിങ്ങളുടെ മാത്രം തെറ്റല്ല. നിങ്ങളെക്കൊണ്ട് പണം ചിലവാക്കിക്കാൻ ലോകത്തെ ഏറ്റവും മികച്ച മനഃശാസ്ത്രജ്ഞരും ഡാറ്റ അനാലിസ്റ്റുകളും ചേർന്നൊരുക്കുന്ന ഒരു വലിയ കെണിയാണ്. നിങ്ങളുടെ പോക്കറ്റിലെ പണമല്ല, നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമിനാണ് അവരുടെ ലക്ഷ്യം. പണത്തിന്റെ ഈ കാണാപ്പുറങ്ങളെക്കുറിച്ചും നമ്മുടെ ഉപഭോഗ സംസ്കാരത്തിന് പിന്നിലെ മനഃശാസ്ത്രത്തെക്കുറിച്ചും ദ തിങ്കിങ് മലയാളി ഇന്ന് ആഴത്തിൽ സംസാരിക്കുന്നു. നമുക്ക് നോക്കാം, എങ്ങനെയാണ് നമ്മൾ ഈ കൺസ്യൂമറിസം എന്ന ചിലന്തി വലയിൽ അറിയാതെ വീണുപോകുന്നത്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ വാതിലിന് അടുത്തായി തന്നെ മനോഹരമായ പെർഫ്യൂമുകളോ പൂക്കളോ അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പുതിയ വസ്ത്രങ്ങളോ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. എന്നാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ പാൽ, പച്ചക്കറികൾ, അരി എന്നിവ എപ്പോഴും മാളിന്റെ ഏറ്റവും പിന്നിലായിരിക്കും. ഇതിന് പിന്നിൽ വലിയൊരു തന്ത്രമുണ്ട്. ആ അത്യാവശ്യ സാധനത്തിലേക്ക് എത്തുന്നതിനിടയിൽ നിങ്ങൾ കടന്നു പോകുന്ന 100 കണക്കിന് അനാവശ്യ സാധനങ്ങളിൽ ഒന്നുപോലും നിങ്ങളുടെ കണ്ണിലുടക്കാതിരിക്കാൻ അവർ സമ്മതിക്കില്ല. ഇനി ഇതിലും വലിയൊരു കെണിയാണ് ഐ ലെവൽ മാർക്കറ്റിംഗ്. ലാഭം കൂടുതലുള്ള ബ്രാൻഡുകൾ എപ്പോഴും നിങ്ങളുടെ കണ്ണിന്റെ നേരെ മുന്നിലുള്ള തട്ടുകളിലിരിക്കും. വില കുറഞ്ഞവ താഴെയോ അല്ലെങ്കിൽ ഏറ്റവും മുകളിലെയോ തട്ടുകളിൽ ഒളിച്ചിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും അവരുടെ കണ്ണിന്റെ ലെവലിൽ താഴെയുള്ള റാക്കുകളിൽ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റൊരു പ്രധാന തന്ത്രമാണ് ഡീകോയ് ഇഫക്റ്റ്. ഒരു പോപ്കോൺ വാങ്ങാൻ പോകുമ്പോൾ സ്മോൾ 100 രൂപ, മീഡിയം 185 രൂപ, ലാർജ് 200 രൂപ എന്നിങ്ങനെ വില കാണും. ഇവിടെ മീഡിയവും ലാർജും തമ്മിൽ വെറും 15 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് ചിന്തിക്കും, വെറും 15 രൂപ കൂടി കൊടുത്താൽ ലാർജ് കിട്ടുമല്ലോ, അതാണ് ലാഭം എന്ന്. സത്യത്തിൽ നിങ്ങൾക്ക് ലാർജ് ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആ 185 രൂപയുടെ മീഡിയം നിങ്ങളെക്കൊണ്ട് 200 രൂപ ചിലവാക്കാൻ വേണ്ടി അവർ വെച്ചൊരു കെണി മാത്രമാണ്. നിങ്ങൾ ലാഭം കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ കമ്പനി അവരാഗ്രഹിച്ച ലാഭം നിങ്ങളിൽ നിന്ന് ഈടാക്കി കഴിഞ്ഞു. ഓഫ്ലൈൻ കടകളേക്കാൾ അപകടകാരിയാണ് നമ്മുടെ ഫോണിലെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ. ഇവിടെ ലോസ് അവേർഷൻ എന്ന മനഃശാസ്ത്ര തന്ത്രമാണ് അവർ പയറ്റുന്നത്. അതായത്, ഒരു ലാഭം കിട്ടുന്നതിനേക്കാൾ വലിയ വേദനയാണ് നമുക്കൊരു ലാഭം നഷ്ടപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി 2 എണ്ണം കൂടെ മാത്രം ബാക്കി, അല്ലെങ്കിൽ ഈ ഓഫർ അവസാനിക്കാൻ 10 മിനിറ്റ് കൂടി എന്ന ടൈമർ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു ചെറിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇത് നമുക്ക് വിവേകത്തോടെ ചിന്തിക്കാൻ സമയം നൽകാതെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇംപൾസ് ബൈയിങ് എന്ന് വിളിക്കുന്നത്. ഓരോ പ്രാവശ്യം നിങ്ങൾ പ്ലേസ് ഓർഡർ ബട്ടൺ അമർത്തുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതൊരു താൽക്കാലികമായ ഹൈ നിങ്ങൾക്ക് നൽകുന്നു. പക്ഷേ ഇതിലെ സങ്കടകരമായ കാര്യം എന്തെന്നാൽ ആ സന്തോഷം ആ സാധനം കയ്യിൽ കിട്ടുന്നത് വരെ മാത്രമേ നിലനിൽക്കൂ എന്നതാണ്. പാക്കേജ് തുറന്നു കഴിഞ്ഞാൽ ആ ആവേശം പതുക്കെ മായും. ഉടനെ തന്നെ അടുത്ത ഡോപ്പമിൻ ഡോസിനായി നിങ്ങൾ വീണ്ടും ആപ്പുകൾ തുറന്ന് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. സോഷ്യൽ മീഡിയ ആപ്പുകൾ പോലെ തന്നെ ഷോപ്പിംഗ് ആപ്പുകളും ഒരു ലഹരിയായി മാറുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ പണം നഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം സോഷ്യൽ വെരിഫിക്കേഷനാണ്. അയൽക്കാരൻ പുതിയ കാർ വാങ്ങി, കൂടെ പഠിച്ചവൻ പുതിയ ഐഫോൺ വാങ്ങി, ബന്ധുവായ ഒരാൾ വലിയൊരു വീട് വെച്ചു, അപ്പോൾ എനിക്കും അത് വേണം. ഇവിടെ നമ്മൾ ആ വസ്തുവിന്റെ ഉപയോഗത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, മറിച്ച് ആ വസ്തു സമൂഹത്തിൽ നൽകുന്ന ഒരു ഇമേജിനെയാണ്. സമ്പന്നനായിരിക്കുക, ബീയിങ് റിച്ച് എന്നതും സമ്പന്നനായി കാണപ്പെടുക, ലുക്കിംഗ് റിച്ച് എന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാമ്പത്തിക വിദഗ്ധനായ മോർഗൻ ഹൗസൽ തന്റെ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, പണം ചിലവാക്കി നിങ്ങൾ സമ്പന്നനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്നത് സമ്പന്നനാകാനുള്ള ഏറ്റവും വേഗമേറിയ വഴിയല്ല, മറിച്ച് ദരിദ്രനാകാനുള്ള എളുപ്പവഴിയാണ്. നമ്മൾ പലപ്പോഴും വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ
നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്നതാണ് കൈപ്പുള്ള സത്യം. യഥാർത്ഥ സമ്പാദ്യം എന്നത് നിങ്ങൾ ചിലവാക്കാതെ മാറ്റിവെക്കുന്ന പണമാണ്. അത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ പണം നഷ്ടപ്പെടുന്നതിൽ ഇന്ന് വലിയൊരു പങ്ക് വഹിക്കുന്നത് സൗകര്യങ്ങൾ അഥവാ കൺവീനിയൻസ് ആണ്. പണ്ടൊരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ കടയിൽ പോകണമായിരുന്നു, പേഴ്സ് തുറന്ന് പണം എണ്ണി കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറിന് പണം പോകുന്നു എന്നൊരു ബോധ്യം കൃത്യമായി ലഭിക്കുമായിരുന്നു. ഇതിനെ മനഃശാസ്ത്രത്തിൽ പെയിൻ ഓഫ് പേയിങ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഇന്ന് ഈ വേദന ഇല്ലാതാക്കാൻ കമ്പനികൾ പുതിയ വഴികൾ കണ്ടെത്തിയിരിക്കുന്നു. ക്രെഡിറ്റ് കാർഡുകളും വൺ ക്ലിക്ക് പേയ്മെന്റുകളും UPIയും പണം ചിലവാക്കുന്നത് ഒരു കളി പോലെ ലളിതമാക്കി മാറ്റിയിരിക്കുന്നു. പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അനുഭവം നമുക്കുണ്ടാകുന്നില്ല. പകരം ഫോണിലെ ഒരു ചെറിയ സ്വൈപ്പ് മാത്രമായി അത് മാറുന്നു. ഇതിലും വലിയൊരു അപകടമാണ് ബൈ നൗ പേ ലേറ്റർ അഥവാ EMI കെണികൾ. ഇപ്പോൾ വാങ്ങൂ, പണം പിന്നീട് നൽകിയാൽ മതി എന്ന വാഗ്ദാനം നമ്മുടെ തലച്ചോറിനെ കബളിപ്പിക്കുന്നു. ഭാവിയിൽ നൽകേണ്ട പണത്തിന് നമ്മുടെ മനസ്സ് വലിയ വില നൽകാറില്ല. ഉദാഹരണത്തിന് 60,000 രൂപയുടെ ഒരു ഫോൺ 5,000 രൂപയുടെ തവണകളായി നൽകാമെന്ന് കേൾക്കുമ്പോൾ ആ ഫോണിന്റെ യഥാർത്ഥ വിലയേക്കാൾ ആ ചെറിയ മാസത്തവണയിലാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. സത്യത്തിൽ ഇത്തരം സൗകര്യങ്ങളിലൂടെ നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് കേവലം വസ്തുക്കളല്ല, മറിച്ച് നമ്മുടെ ഭാവിയിലെ സ്വാതന്ത്ര്യത്തെയാണ്. ഓരോ അനാവശ്യ EMIയും നിങ്ങളുടെ വരും മാസങ്ങളിലെ അധ്വാനത്തെ നേരത്തെ തന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ പണം ചിലവാക്കുന്നത് എത്ര എളുപ്പമാണോ അത്ര തന്നെ പ്രയാസമാണ് ആ കെണികളെ തിരിച്ചറിയാൻ. എങ്ങനെ ഈ കൺസ്യൂമറിസം എന്ന ചക്രവ്യൂഹത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാം? വളരെ ലളിതമായ ചില മനഃശാസ്ത്രപരമായ ശീലങ്ങൾ ഇതാ. 1. The 30-day rule. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമല്ലാത്ത ഒരു വലിയ സാധനം വാങ്ങണമെന്ന് തോന്നുമ്പോൾ ആ തീരുമാനം 30 ദിവസത്തേക്ക് മാറ്റിവെക്കുക. ആ മാസാവസാനവും നിങ്ങൾക്ക് അത് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങുക. മിക്കപ്പോഴും ആ സാധനത്തിന്റെ ആവശ്യം നിങ്ങൾക്കില്ലായിരുന്നു എന്ന് നിങ്ങൾ 30 ദിവസം കൊണ്ട് തിരിച്ചറിയും. 2. കാൽക്കുലേറ്റ് ഇൻ വർക്കിംഗ് അവേഴ്സ്. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ വില 50,000 രൂപ എന്ന നിലയിൽ കാണരുത്. പകരം ആ 50,000 രൂപ സമ്പാദിക്കാൻ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് കണക്ക് കൂട്ടുക. ആ ഫോൺ അല്ലെങ്കിൽ ആ വാച്ച് നിങ്ങളുടെ ആയുസ്സിലെ 200 മണിക്കൂർ ജോലിക്ക് തുല്യമാണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മുൻഗണനകൾ മാറും. 3. അവോയ്ഡ് ദ സെയിൽസ് ട്രാപ്പ്. ഓഫർ ഉള്ളതുകൊണ്ട് വാങ്ങി എന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. 10,000 രൂപ വിലയുള്ള സാധനം 7,000 രൂപയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ 3,000 രൂപ ലാഭിക്കുകയല്ല, പകരം നിങ്ങളുടെ കയ്യിലുള്ള 7,000 രൂപ ചിലവാക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത സാധനം എത്ര വലിയ ഓഫറിൽ കിട്ടിയാലും അത് പണം നഷ്ടപ്പെടുത്തലാണ്. 4. അൺസബ്സ്ക്രൈബ് ആൻഡ് ഫോക്കസ്. ഇ-കോമേഴ്സ് സൈറ്റുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ആവശ്യമില്ലാതെ ഷോപ്പിംഗ് മാളുകളിൽ സമയം ചിലവഴിക്കുന്നത് ഒഴിവാക്കുക. പണം എന്നത് വെറും അക്കങ്ങളല്ല, അത് നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിൽ ഹോമിക്കരുത്. യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് നിങ്ങൾ വാങ്ങുന്ന വില കൂടിയ സാധനങ്ങളിലല്ല ഇരിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്കിഷ്ടമുള്ളവരോടൊപ്പം ചെയ്യാൻ സാധിക്കുന്നതിലാണ്. പണത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. വ്യക്തമായി ചിന്തിക്കുക, വിവേകത്തോടെ പ്രവർത്തിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. അനാവശ്യമായി നിങ്ങൾ വാങ്ങിക്കൂട്ടിയ ഏതെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് താഴെ കമന്റിൽ പങ്കുവയ്ക്കാം. കൂടുതൽ അറിയാൻ ദ തിങ്കിംഗ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും ഗംഭീരമായ ഒരു വിഷയവുമായി കാണാം. നന്ദി.